ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്തമായ ഹൂഗ്ലി നദിയുടെ ശാന്തമായ തീരത്തായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ താമസിച്ചിരുന്നത്. അദ്ദേഹത്തെ കാണുവാനും ഉപദേശം തേടുവാനും ആശ്രമത്തിൽ ധാരാളം ആളുകൾ എത്തുക പതിവായിരുന്നു. ഈ കൂടിക്കാഴ്ചകളുടെ ദിവസം അവസാനിക്കുമ്പോൾ ഭക്തർ സമർപ്പിക്കുന്ന ദക്ഷിണയുടെ രൂപത്തിൽ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ വന്ന് വീണിരുന്നു. എന്നാൽ ഭൗതികമായ സമ്പത്തിനോടുള്ള ശ്രീരാമകൃഷ്ണന്റെ വിരക്തി അത്യധികം തീവ്രമായിരുന്നു. സന്ധ്യയാകുമ്പോൾ ആ മഹായോഗി ഈ നാണയങ്ങളുമായി ആശ്രമത്തിന് മുന്നിലൂടെ ഒഴുകുന്ന നദിക്കരയിലേക്ക് പോകും. കുട്ടികൾ ചരൽക്കല്ലുകൾ എറിയുന്ന അതേ ലാഘവത്തോടെ ആ നാണയങ്ങളെ ഓരോന്നായി നദിയിലെ ഓളങ്ങളിലേക്ക് അദ്ദേഹം വലിച്ചെറിയും. എന്നിട്ട് ജീവിതഭാരങ്ങളെല്ലാം ഒഴിവാക്കി ഭൗതിക ചിന്തകളുടെ ആയാസമില്ലാതെ അദ്ദേഹം തിരിച്ചു വന്ന് തൻ്റെ കിടക്കയിൽ വിശ്രമിക്കും. ഈ ആത്മീയ തേജസ്സിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നീട് വിവേകാനന്ദനായി മാറിയ നരേന്ദ്രൻ എന്ന യുവാവ് തൻ്റെ ജീവിതം മുഴുവൻ ഈ ഗുരുവിന് സമർപ്പിക്കാൻ തയ്യാറെടുത്തിരുന്നത്. എങ്കിലും തൻ്റെ ഗുരു സത്യത്തിൽ യഥാർത്ഥ കഴിവുകൾ ഉള്ള ആളാണോ എന്ന് നരേന്ദ്രന് സംശയമുണ്ടായിരുന്നു. കാരണം തൻ്റെ ജീവിതം മുഴുവൻ അർപ്പിക്കുമ്പോൾ ഗുരുവിൻ്റെ സത്യം തിരിച്ചറിയേണ്ടത് ശിഷ്യൻ്റെ പരമമായ കടമയാണല്ലോ. ഒരു ദിവസം ഗുരുവിന് ദക്ഷിണയായി ലഭിച്ച നാണയങ്ങളിൽ നിന്ന് ഒരു ചെമ്പ് നാണയം നരേന്ദ്രൻ ഒളിപ്പിച്ചു മാറ്റി. ഗുരു വിശ്രമിക്കുന്ന കിടക്കയുടെ താഴെ തുണികൾക്കിടയിലായി അയാൾ ആ നാണയം ഒളിപ്പിച്ചു വെച്ചു. പതിവ് പോലെ ഗുരു സന്ധ്യയിൽ കിടക്കയിൽ വന്ന് ചാരിയിരുന്ന് വിശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി. അദ്ദേഹത്തിന് എന്തോ ഭയങ്കരമായ ചൂടും ശരീരത്തിൽ ദാഹവും അനുഭവപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം വേദനയോടെ ഉറക്കം നിലവിളിച്ചു, അപകടം, അപകടം. ആശ്രമത്തിലുള്ള അന്തേവാസികൾ വിളക്കുമായി ഓടിയെത്തി. ഗുരുവിനെ പാമ്പോ തേളോ പോലുള്ള ഏതെങ്കിലും ക്ഷുദ്രജീവിയാണ് ദംശിച്ചതെന്ന സംശയത്തിൽ അവർ മുറിയാകെ അരിച്ചു പെറുക്കി പരിശോധിച്ചു. ഒടുവിൽ ഗുരുവിന് ഇത്രയും വലിയ വേവലാതി ഉണ്ടാക്കിയ ആ ഘടകത്തെ അവർ കണ്ടെത്തി. അത് മറ്റൊന്നുമല്ല, നരേന്ദ്രൻ ഒളിപ്പിച്ചു വെച്ച ആ ഒരൊറ്റ ചെമ്പ് നാണയമായിരുന്നു. ധനവുമായി ബന്ധപ്പെട്ട ഈ വസ്തുവിൽ സ്പർശിച്ചതാണ് ഗുരുവിന് അത്രയേറെ അസ്വസ്ഥത ഉണ്ടാക്കിയത്. ധനത്തോടും കനകത്തോടുമുള്ള പൂർണ്ണമായ വിരക്തിയുടെ പരുപരത്തെ പ്രതീകമായിട്ടാണ് ഗുരു ആ ചെമ്പ് നാണയത്തെ കണ്ടത്. ലൗകികമായ ആസക്തികളെ, പ്രത്യേകിച്ച് ധനമോഹത്തെ ഒരു ക്ഷുദ്രജീവിയെ പോലെ ഭയപ്പെടുകയും അകറ്റി നിർത്തുകയും ചെയ്യണമെന്ന വലിയ പാഠം ഗുരുവിൽ നിന്ന് നരേന്ദ്രന് ലഭിച്ചു. സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ആഗ്രഹിച്ച് ക്രിസ്തുവിന്റെ മുൻപിലെത്തുന്ന ധനികനായ യുവാവിനെ സുവിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ക്രിസ്തു അവനെ ഉപദേശിക്കുന്നുവെങ്കിലും ധനമോഹത്താൽ അയാൾ ക്രിസ്തുവിന് വേണ്ടെന്ന് വെച്ച് പിന്മാറിപ്പോയി. ക്രിസ്തുവിന്റെ മറുപടി എത്ര മനോഹരമാണ്. നിക്ഷേപം ഉണ്ടാക്കേണ്ടത് സ്വർഗരാജ്യത്തിലാണ്. ഈ ലോകത്ത് ധനം സമ്പാദിക്കുവാൻ ഓടി നടക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം മറക്കാതിരിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ.